ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു യുകെയിൽ സ്പ്രിംഗ് സീസണാണ് വരാൻ പോകണമെന്ന്. അതേ ഗായ്സ് വന്നു. ഇതേ നോക്കി നോക്ക്. ഇപ്പോൾ ഞാനിവിടെ വീടിൻ്റെ അടുത്തുള്ള ഒരു പാർക്കിലാണ്. ഇവിടെ ഫുള്ളായിട്ടില്ല, എന്നാലും മുന്നത്തേക്കാളൊക്കെ നല്ല ചേഞ്ച് ഉണ്ട്. മുന്നേ പറഞ്ഞെങ്കിൽ എവിടെ നോക്കിയാലും ഇതേ കണ്ടില്ലേ, ഫുള്ള് ഉണക്ക കമ്പായിരുന്നു. ഇപ്പോഴും അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, ഇതേ കണ്ടില്ലേ, അതാ ഇപ്പോഴും ഉണ്ട്. പക്ഷേ സ്പ്രിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് നോക്കി എൻ്റെ ബാക്കിലേക്ക് നോക്കിയേ. ഞാൻ ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം. നോക്കിയ ഗായ്സ്, അടിപൊളി ഫ്ലവേഴ്സാ. നമ്മുടെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മഴക്കാലമാകുമ്പോൾ ആദ്യം ഇല വരും. ഇല വന്നിട്ട് ഇല വരണതിൻ്റെ കൂടെ അല്ലേ മുട്ടും പൂക്കളൊക്കെ വരിക. പക്ഷെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ പോലെ അല്ല തോന്നുന്നു. ഇവിടെ മരത്തിന് ഇല വരണേക്കാളും മുമ്പാണ് ഇവിടെ പൂവ് വരുന്നത്. ഞാൻ ആ മരത്തിൻ്റെ ബാക്കി സൈഡും കൂടി കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് മനസ്സിലാവും ഞാൻ എന്താ പറയണേ. എന്നൊരു മിനിറ്റ് കേട്ടോ. നോക്കുക, മരത്തിനൊന്നും ഇല പോലും ഇല്ല. ആദ്യം പൂക്കളാണ് വന്നേക്കണം എല്ലാ സ്ഥലത്തും. നമ്മളിപ്പോൾ അവിടെ കണ്ടില്ലേ, ആ മരത്തിൻ്റെ തന്നെ ഒരു പിങ്ക് കളറുള്ള ഫ്ലവേഴ്സുള്ള വേറൊരു ടൈപ്പ് മരം കാണിച്ചേരേ. ഇതേ നോക്കി നോക്ക്. പിങ്ക് ഫ്ലവേഴ്സാണ്. ഞാൻ കുറച്ച് അടുത്ത് പോയി കാണിച്ചു തരാം. ഇതേ കണ്ടില്ലേ, സെയിം മരം തന്നെയാണ്, പക്ഷെ അതിൻ്റെ ഫ്ലവേഴ്സിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇതേ കണ്ടില്ലേ, ഇത് വീണ്ടും പിങ്ക് ഫ്ലവേഴ്സാണ്. ഇത് പിങ്കാണ്, അത് വൈറ്റാണ്. ഇതിൽ കുറച്ചും കൂടിയും ഫ്ലവേഴ്സ് ഉണ്ട് ഈ മരത്തിൽ. കാണിച്ചു തരാം. വൈറ്റ് അതിൻ്റെ തന്നെ കുറച്ചും കൂടി വലിയ ഫ്ലവേഴ്സാണ് ഇതിൽ. കണ്ടില്ലേ, ഒക്കെ ആയി വരണേ ഉള്ളൂ. ഇത് ഏർലി സ്പ്രിംഗ് ആണിത്. എന്നാണ് ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യുകെയിൽ സ്പ്രിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ബാക്കിയൊക്കെ ഏർലി സ്പ്രിങ്ങിൻ്റെ ഇതാണ്. ഇതേ നോക്കി നോക്കിയേ. ബാക്കിയുള്ള മരത്തിനൊന്നും ആയിട്ടില്ല കേട്ടോ. ഇത് ചെറി ബ്ലോസം അതുപോലെ കുറേ തരത്തിലുള്ള ഫ്ലവേഴ്സ് ഉള്ള പൂക്കളാണ്, അല്ല പൂക്കളുള്ള മരങ്ങളാണ്. ഇത് എന്ത് കളറാണെന്ന് അറിയില്ല. ഇത് ഒരു പൂവില്ല ഇതിൽ. ഇത് വെറും മൊട്ട് മാത്രമായിട്ടുള്ളൂ ഇതിൽ. സെയിം തന്നെയാണ് തോന്നുന്നുണ്ട്. ഇത് നോക്കി നോക്ക്. ബാക്കിയുള്ള മരത്തിനൊന്നും ഇലകളും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ചെറിയ രീതിയിൽ സൺലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം അവിടെ ഫുൾ ആക്ടിവിറ്റീസാണ്. അപ്പുറത്തെ സൈഡൊക്കെ അവിടെ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ മരത്തിൻ്റെയൊക്കെ ഒരു ഷേപ്പും സൈസൊക്കെ നോക്ക്. ഇതിലൊക്കെ ഫുള്ള് ഫ്ലവേഴ്സായിട്ടുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ ഫുള്ള് അങ്ങനത്തെ മരങ്ങളാണ്. ഇനി ഫുള്ള് ഫ്ലവേഴ്സാണ് ഇതിലൊക്കെ വരാൻ പോണേ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനാണ് കേട്ടോ വെയിറ്റ് ചെയ്തിരുന്നത്. ഞാൻ ഈ സമയത്താണ് വന്നത്. ഇതൊരു സിറ്റിസനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇത് ചെറി ബ്ലോസ് ആണെന്ന് പറഞ്ഞു. വൈറ്റ് ചെറി ബ്ലോസ് ആണ്. ഇവിടെ ജാപ്പനീസിൽ സക്കുറ എന്നൊക്കെ പറയും. പ്രൊനൗൺസിയേഷൻ അങ്ങനെ കറക്റ്റ് ആണോ എന്നറിയില്ല. പക്ഷേ ഇത് വൺ കൈൻഡ് ഓഫ് ചെറി ബ്ലോസം തന്നെയാണ്. പക്ഷെ ഇത് കുറച്ച് ചെറിയ ഫ്ലവേഴ്സാണ്. പക്ഷേ ഇതിനേക്കാളും വലുതിഞ്ഞുണ്ടാവും. ഞാൻ വയ്യാണ്ടന്നെ ആവുമെന്ന് വിചാരിക്കുന്നു. കാരണം വലിയ വലിയ മരങ്ങളിലൊക്കെ മുട്ടായി വരണേ ഉള്ളൂ. കുറച്ച് മാത്രമേ വിരിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇനി എന്തായാലും അതാവുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല ഭംഗിയാണ്. നല്ല ഭംഗി പറഞ്ഞാൽ നല്ല ഭംഗിയാണ്. നമ്മൾ ചില ബുക്കിൻ്റെയൊക്കെ ചട്ടയിൽ മാത്രം കണ്ടുള്ള വൺ കൈൻഡ് ഓഫ് ഫ്ലവറാണ് ഇതൊക്കെ. അപ്പോൾ ബാക്കി കാണിച്ചു തരാം. സൺലൈറ്റിൻ്റെ കുറവ് കാര്യമായിട്ടുണ്ട്. അത് കാരണമാണ് ഇത് അങ്ങനെ ക്ലാരിറ്റിയിൽ കാണാത്തത്. ഇത് എവിടെയൊക്കെ പൂക്കൾ നല്ല ഭംഗിയാണ് കാണാം. പക്ഷേ സൺലൈറ്റ് ഇല്ലാത്ത കാരണം അങ്ങനെ ആയിട്ട് തോന്നുന്നില്ല. ഇത് ഇവിടെ തന്നെയുള്ള വേറൊരു ടൈപ്പ് ഫ്ലവറാണ്. ഇതിൻ്റെ പേര് പ്ലം ബ്ലോസം എന്നാണ്. ചെറി ബ്ലോസം അല്ല, പ്ലം ബ്ലോസം. ഇതുമായി വരുന്നതന്നെ ഉള്ളൂ. ഇതിൻ്റെ പേര് ഡാർവിൻസ് ബാർബറി എന്നാണ്. പ്രൊനൗൺസിയേഷൻ ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും ഏകദേശം ബേസിക്കായിട്ടുള്ള രൂപം അത് തന്നെയായിരിക്കും. ഇതും ആയി വരുന്നേ ഉള്ളൂ കേട്ടോ. അവിടെ അതൊക്കെ ഉണ്ട്. അവിടെ മുട്ടായിട്ടേ ഉള്ളൂ. ഇവിടെ വിരിഞ്ഞു തുടങ്ങണേ ഉള്ളൂ. ഇതും ഇവിടെയൊക്കെ നിറച്ച് മറ്റേ തേനീച്ചയും വണ്ട് കടുന്നലൊക്കെ ഉണ്ട്. ഇതേ കണ്ടില്ലേ. അപ്പോൾ കുറച്ച് സൂക്ഷിച്ചില്ലെങ്കിൽ കുത്ത് കിട്ടുന്ന സാരം. വലിയൊരു പൂക്കളുണ്ടാണ്. വലിയൊരു മരമാണ്. ഇതേ കണ്ടില്ലേ, വലിയൊരു മരമാണ്. പക്ഷെ അതിന് മറ്റേ മരങ്ങൾക്കൊന്നും ആയിട്ടില്ല. പക്ഷെ ഇതിനെ കണ്ടില്ലേ, മുട്ടി വിരിഞ്ഞിട്ട് പൂവിനുള്ള പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ചെറിയ ഇലകൾ വരുന്നുണ്ട് അതിൻ്റെ കൂടെ. ഇതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല. ചെറി ബ്ലോസം അല്ല, ഇത് വേറെ എന്തോ ഒരു ടൈപ്പ് വലിയൊരു മര. പക്ഷെ ഇതിൻ്റെ പൂക്കൾ എനിക്ക് ഓർമ്മ ഉണ്ട്, ഞാൻ കണ്ടിക്കണു.
പക്ഷെ പേരെന്താണെന്നറിയില്ല. ബാക്കിൽ നോക്കിയാൽ ഇതാണ് യെല്ലോ ബെൽസ്. നമ്മുടെ ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് നമ്മുടെ നാട്ടിലത്തെ കണിക്കൊന്നയാണ് ഓർമ്മ വന്നത്. ഇത് എൻഡേഞ്ചേർഡ് ആണോ എന്ന് എനിക്കറിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബ്ലൂ ബെൽസ് പറഞ്ഞൊരു ചെടിയുണ്ട്, ഏകദേശം സിമിലർ ആയിട്ടുള്ളത് തന്നെയാണ്. അത് എൻഡേഞ്ചേർഡ് ആണ്, അത് പറിക്കാനോ അതുപോലെ തന്നെ അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല, സംരക്ഷിക്കപ്പെടേണ്ട പൂക്കളിൽ പെട്ടതാണ്. ഇത് അതിൻ്റെ വേറൊരു വെറൈറ്റിയാണ് യെല്ലോ ബെല്ല്. ഞാൻ ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം കേട്ടോ. നല്ലൊരു മഞ്ഞ കളറ്. ഇതിവിടെ മാത്രമല്ല കേട്ടോ, കുറേ സ്ഥലത്ത് വിരിഞ്ഞിട്ടുണ്ട് ഈ പാർക്കിൻ്റെ ഉള്ളിൽ തന്നെ. പല സ്ഥലത്ത് ഏറ്റവും കൂടുതലേക്ക് തോന്നുന്നത് ഇതും പിന്നെ ചെറി ബ്ലോസം ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് തോന്നുന്നുണ്ട്. ബാക്കിയൊക്കെ ആവണേ ഉള്ളൂ. ഞാൻ ഈ പൂവ് പെട്ടെന്ന് കണ്ടപ്പം നമ്മുടെ നാട്ടിലത്തെ ഈ കമ്മൽപ്പൂവില്ലേ, മഞ്ഞ കളറ്, മറ്റേ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ കാണുന്നതൊക്കെ പാടത്തൊക്കെ, ഞാൻ ആ പൂവാണെന്ന് വിചാരിച്ചത്. പിന്നെ എനിക്ക് മനസ്സിലായത് ഇതല്ല, ഇത് ഡാൻഡാലിയൻ എന്ന് പറഞ്ഞുള്ളൊരു പൂവാണ് കേട്ടോ. നിങ്ങൾ മറ്റേ അതിൻ്റെ അപ്പുറത്തത് ഒന്ന് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ള കളറിൽ ഒരു ഇത് കാണില്ലേ, അത് ഊതിയിട്ട് നമുക്ക് അപ്പം തന്നെ കയ്യിൽ പിടിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വിഷ് നടക്കും എന്നൊക്കെ ഒരു വിശ്വാസമൊക്കെ ഉണ്ട്. പിന്നെ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും, ലേസി ഡേയ്സി നമ്മുടെ ഫ്ലോറൽ പ്രിൻ്റൊക്കെ വരുന്ന ഡ്രസ്സിലൊക്കെ ഉണ്ടാവാറുണ്ട് ഈ പൂവിൻ്റെ പ്രിൻറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.